ആണവയുദ്ധം വന്നാലും അവസാനമായി ഭൂമിയിൽ ജീവിച്ചിരിക്കുക പാറ്റകളായിരിക്കുമെന്നൊരു പഴയ തമാശയുണ്ട്. കാരണം എത്ര തവണ തകർക്കാൻ ശ്രമിച്ചാലും അവ വീണ്ടും തിരിച്ചെത്തും. ഇപ്പോൾ ഇതേ പാറ്റയുടെ പ്രതിരോധശേഷി തന്നെയാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലും പുതിയ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പ്രസ്ഥാനത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുന്നത്. ഒരു കോടതി പരാമർശത്തിൽ നിന്ന് തുടങ്ങിയ ഓൺലൈൻ ട്രോൾ ദിവസങ്ങൾക്കുള്ളിൽ കോടിക്കണക്കിന് യുവാക്കളുടെ പ്രതിഷേധ ശബ്ദമായി വളർന്നു. സോഷ്യൽ മീഡിയയിൽ ജനിച്ച പാറ്റ പാർട്ടികൾ ഇപ്പോൾ അതിർത്തികൾ പോലും മറികടന്ന് യുവാക്കളുടെ നിരാശയും ഭരണ സംവിധാനങ്ങളോടുള്ള അമർഷവും ആക്ഷേപഹാസ്യത്തിന്റെ ഭാഷയിൽ ലോകത്തിനു മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ആരംഭിച്ച ഈ ഓൺലൈൻ പ്രസ്ഥാനം തൊഴിലില്ലായ്മയും ഭരണ സംവിധാനങ്ങളോടുള്ള യുവജനങ്ങളുടെ നിരാശയും ആക്ഷേപഹാസ്യത്തിന്റെ ഭാഷയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ശ്രദ്ധ നേടിയത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചില ആക്ടിവിസ്റ്റുകളെ പാറ്റകളോട് ഉപമിച്ച റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായതോടെയാണ് ഈ നീക്കത്തിന് തുടക്കമായത്. അമേരിക്കയിൽ പഠനം നടത്തിയ അഭിജിത് ദീപ്കെ എന്ന യുവാവാണ് മെയ് 16-ന് സോഷ്യൽ മീഡിയയിലൂടെയും ഗൂഗിൾ ഫോം അംഗത്വം ക്യാമ്പയിനിലൂടെയും ഈ പാർട്ടി പ്രഖ്യാപിച്ചത്. അതെ, ഞങ്ങൾ പാറ്റകളാണ് എന്ന മുദ്രാവാക്യത്തോടെ എത്തിയ ഈ പ്രസ്ഥാനം വളരെ വേഗത്തിലാണ് വൈറലായതും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇൻസ്റ്റാഗ്രാമിൽ കോടിക്കണക്കിന് ഫോളോവേഴ്സിനെ സ്വന്തമാക്കി CJP, BJPയെയും കോൺഗ്രസിനെയും പോലെയുള്ള ദേശീയ പാർട്ടികളുടെ ഔദ്യോഗിക അക്കൗണ്ടുകളെ തന്നെ പിന്തള്ളി. തൊഴിലില്ലാത്ത യുവാക്കളുടെ ശബ്ദമാണെന്ന് അവകാശപ്പെടുന്ന സംഘം മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ, പരീക്ഷാ സംവിധാന പരിഷ്കാരം, ആരോഗ്യ സേവനങ്ങൾ എന്നിവയാണ് പ്രധാന ആവശ്യങ്ങളായി മുന്നോട്ട് വെച്ചത്. ഇന്ത്യയിൽ വൈറലായ ഈ പാറ്റ രാഷ്ട്രീയം ഉടൻ തന്നെ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്കും പടർന്നു. കോക്രോച്ച് അവാമി പാർട്ടി, കോക്രോച്ച് അവാമി ലീഗ് എന്നീ പേരുകളിൽ നിരവധി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പാകിസ്ഥാനിൽ രൂപപ്പെട്ടു. അതെ, ഇന്ത്യയിൽ നിന്ന് കോപ്പിയടിച്ചത്. പക്ഷെ പ്രശ്നമെന്ത് എന്ന രീതിയിലുള്ള പോസ്റ്റുകളിലൂടെ അവർ ഇന്ത്യൻ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതും തുറന്നു സമ്മതിച്ചു. പാകിസ്ഥാനിലെ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ, രാഷ്ട്രീയ നിരാശ, ഭരണ സംവിധാനങ്ങളോടുള്ള അവിശ്വാസം എന്നിവയെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. പച്ച വെളുപ്പ് നിറത്തിലുള്ള ലോഗോകളും എല്ലാ സാഹചര്യത്തിലും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളുമായി എത്തിയ പാകിസ്ഥാനിലെ പാറ്റ പാർട്ടികൾ പരമ്പരാഗത രാഷ്ട്രീയ കക്ഷികൾക്ക് ബദലായി യുവജനങ്ങളുടെ ഡിജിറ്റൽ പ്രതിഷേധ ശബ്ദമാകാനാണ് ശ്രമിക്കുന്നതും. ഇന്ത്യയിലെ CJPക്ക് വ്യക്തമായ സ്ഥാപകനും ഔദ്യോഗിക വെബ്സൈറ്റും ഉള്ളപ്പോൾ പാകിസ്ഥാനിലെ പതിപ്പുകൾ ഇപ്പോഴും മീം പേജുകളുടെയും സ്വതന്ത്ര സൃഷ്ടാക്കളുടെയും ശൃംഖലയായാണ് നിലകൊള്ളുന്നത്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, സോഷ്യൽ മീഡിയയുടെ കാലത്ത് ചിലപ്പോൾ ഒരു തമാശയായി തുടങ്ങുന്ന ആശയം പോലും അതിർത്തികൾ കടന്ന് രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രമായി മാറാൻ മിനിറ്റുകൾ മാത്രം മതി. ഇപ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും പാറ്റ വെറുമൊരു കീടമല്ല, മറിച്ച് നിരാശയുടെയും പ്രതിഷേധത്തിന്റെയും പ്രതീകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.